കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺസുഹൃത്തിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കണ്ണാടിക്കൽ സ്വദേശിയും ജിം ട്രെയിനറുമായ ബഷീറുദ്ദീനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് പോലീസിന്റെ നീക്കം. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി പഠിക്കുകയായിരുന്ന ആയിഷ ദിഷയെ കഴിഞ്ഞ ദിവസമാണ് യുവാവിന്റെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നപ്പോൾ തന്നെ അതിൽ ചില ദുരൂഹതകൾ ഉണ്ടായിരുന്നു. എന്നാൽ യുവതിയുടേതായിട്ടുള്ള ഒരു കുറിപ്പും കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബഷീറുദ്ദീൻ ആയിരിക്കും ഉത്തരവാദി എന്ന് പറയുന്നു. ഇവർക്കിടയിലുള്ള പ്രശ്നം എന്തായിരുന്നു? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസമാണ് ഐഷ റിഷ എന്ന 21-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇവരുടെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായി ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഈ യുവാവ് വളരെ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്ന പോലെയാണ് പെരുമാറുന്നത്. വളരെ പെട്ടെന്ന് അക്രമാസക്തനാകുന്നു, മാത്രമല്ല ചോദ്യങ്ങളോട് സഹകരിക്കുന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവാവിൻ്റെ ഫോൺ ചാറ്റുകളാണ്. ഐഷ റിഷ നൽകിയിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിലാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ബഷീറുദ്ദീൻ ആയിരിക്കും എന്ന് കാണിക്കുന്നത്. ഈ ജിം ട്രെയിനർ കൂടിയായിട്ടുള്ള ബഷീറുദ്ദീനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരമൊരു തെളിവുകൾ ലഭ്യമാവുന്നു. മാത്രമല്ല കുടുംബം ചില ദുരൂഹതകൾ ആരോപിക്കുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മാത്രമല്ല ഈ യുവാവ് ഈ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ചൂഷണം നടത്തിയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനവും കൂടാതെയാണ് ഇന്നലെ മംഗലാപുരത്ത് നിന്ന് ഏതാനും സുഹൃത്തുക്കൾ, ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ഇവിടെ നാട്ടിലെത്തിയിരുന്നു. ആ പെൺകുട്ടിയുടെ മരണം അറിഞ്ഞാണ് ഈ നാട്ടിലെത്തിയത്. ആ പെൺകുട്ടികൾ ചില മൊഴികൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അവിടെ വിശദമായിട്ടുള്ള മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഇയാളുടെ അറസ്റ്റ് ഉണ്ടാവുക. ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റ് തെളിവുകൾ കൂടി ലഭ്യമാവുക എന്നുള്ളതാണ്. ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭ്യമാവുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഈ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നെങ്കിലും അവിടുന്ന് കാര്യമായ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഫോൺ ചാറ്റുകളുടെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭ്യമായ സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ വൈകിട്ടോടുകൂടി പൂർത്തീകരിച്ചു. അവിടെ സംസ്കാരവും നടത്തിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മറ്റ് ശാരീരികപരമായിട്ടുള്ള അക്രമങ്ങളൊന്നും തന്നെ ഈ പെൺകുട്ടി നേരിട്ടതായി കാണുന്നില്ല. ആത്മഹത്യ തന്നെയാണ് ഈ മരണത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ്, തൂങ്ങി മരണം തന്നെയാണ് എന്ന കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ഈ ഒരു ഫോൺ ചാറ്റുകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുക. ഇയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. 21-കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ വിധത്തിൽ ആത്മഹത്യ ചെയ്തത്. 24-കാരനായിട്ടുള്ള ജിം ട്രെയിനറാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് എന്ന് കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. മാത്രമല്ല മംഗലാപുരത്ത് പഠിക്കുന്ന ഈ പെൺകുട്ടി അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്നതും പലപ്പോഴും വീട്ടിൽ പോലും അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ യുവാവ് ഇടപെടുകയും ഈ യുവാവ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടിയെ ഇവിടെ എത്തിക്കുകയുമായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് നടക്കാവ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയുമാണ്. മാത്രമല്ല കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളുടെയും കൂടുതൽ പേരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്ന കാര്യവും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. ഫോൺ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.